പള്ളിച്ചട്ടമ്പി എന്ന് പേര് പറഞ്ഞ നാടൻ മാസ് സിനിമകളുടെ പേര് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ടോവിനോ എന്ന താരത്തെ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് എത്ര ഫൈറ്റ്, പഞ്ച് ഡയലോഗ്, ആ രീതിയിലാണ് ടോവിനോയെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പൊ പറഞ്ഞ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, ഒരു നാടിന്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്ന ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി ആ നാടും ആ നാട്ടിലെ നായകന്റെ കഥയാണ് പള്ളിച്ചട്ടമ്പി. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പള്ളിച്ചട്ടമ്പി എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ, ഇപ്പൊ നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു അർത്ഥമല്ല ഇപ്പൊ ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് പറയപ്പെടാ ചട്ടമ്പിത്തരം കാണിക്കല്ലോ എന്നൊക്കെ പറഞ്ഞ കോൺവെർസേഷൻ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡയമെൻഷൻ ആയിരുന്നു ആ വാക്കിന്റെ അർത്ഥത്തിന് പോയി. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ രീതിയിലാണ് ആ ക്യാരക്ടർ ഡിപ്പെക്ട് ചെയ്തത്. ഒരു നാടിന്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം, ഇപ്പൊ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്. അപ്പൊ നിങ്ങൾക്കറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയത് നിങ്ങളിപ്പോൾ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, നേരെ വന്ന് കണ്ടിട്ട്